ബാങ്കിൽ FD നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് 17,85,000 രൂപയാണെങ്കിൽ കൺസർവേറ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുക 28 ലക്ഷം രൂപയോളമാണ്. ഇന്നും ബാങ്കിനെ മാത്രം നിക്ഷേപ മാർഗമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. FD, RD തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നും അവർ സ്വീകരിക്കുക. ഇന്നും ബാങ്ക് തരുന്ന FD റിട്ടേൺ ഏകദേശം ഇൻഫ്ലേഷനോടൊപ്പമാണ്. ഒരു 10 ലക്ഷം രൂപ 10 കൊല്ലത്തേക്ക് FDയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലഭിക്കുക 17,85,000 രൂപ മാത്രമാണ്. എന്നാൽ പുതിയൊരു മാർഗം കൂടി നമുക്ക് പഠിക്കാം. മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള ബോണ്ട് നിക്ഷേപങ്ങൾ, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഗവൺമെന്റ് ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ് എന്നീ സ്ഥലങ്ങളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിനോടൊപ്പം അല്ലെങ്കിൽ ബാങ്കിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ ആണ് ബോണ്ടുകൾ തരിക. എന്നാൽ ബോണ്ടിന്റെ കൂടെ തന്നെ 20% ഇക്വിറ്റി കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് കൺസർവേറ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ. കൺസർവേറ്റീവ് മ്യൂച്വൽ ഫണ്ടുകളുടെ കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ പരിശോധിച്ചാൽ ഒരു ആവറേജ് റിട്ടേൺ 11% മുകളിലാണ്. ബാങ്കിൽ FD നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് 17,85,000 രൂപയാണെങ്കിൽ കൺസർവേറ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുക 28 ലക്ഷം രൂപയോളമാണ്. ഇന്നും ബാങ്കുകളെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആശ്രയിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് കൺസർവേറ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ. താങ്ക്